പണ്ട് ഇബ്രാഹിമിന് അദ്ദേഹങ്ങൾ പറഞ്ഞില്ലേ, ഒരു തെറ്റുകാരനായ മനുഷ്യനോട് തെറ്റ് ചെയ്തോ മോനെ, ചെയ്തോ, ഒരു പ്രശ്നവുമില്ല അഡിക്ഷൻ ആയി പോയി എന്നല്ലേ എന്റെ കൺസെപ്റ്റ്, എനിക്ക് മാറാൻ കഴിയുന്നില്ല, അതല്ലേ ഉസ്താദേ ഒഴിവാക്കാൻ കഴിയുന്നില്ല, അതല്ലേ എന്റെ കൺസെപ്റ്റ്. ഇബ്രാഹിമിന് അദ്ദേഹങ്ങളുടെ വർത്താനം എന്താ പറയാ, ചെയ്തോടാ, തെറ്റ് ചെയ്തോ, ഒരു പ്രശ്നമില്ല, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, അള്ളാന്റെ വെള്ളവും ഫുഡും കഴിക്കാണ്ട് ചെയ്യണം, അത് കഴിച്ചിട്ട് ധിക്കരിക്കും, അത് കുറച്ച് ഓവറായി പോയി, അത് ചെയ്യരുത്. അതെങ്ങനെ, അത് നടക്കൂല, എന്നാ വേറെ കണ്ടീഷൻ തരാം, മാറ്റി തരാം, ചെയ്തോ. ഇത്ര എല്ലാം കരുണ ചെയ്തത് റബ്ബിനോട് നീ തെറ്റ് ചെയ്തോ, ഒരു പ്രശ്നമില്ല, പക്ഷെ അള്ളാന്റെ മുമ്പ് അള്ള കാണാത്ത സ്ഥലത്തും ചെയ്യണം. അതെങ്ങനെ നടക്കൂലല്ല, എന്നാ പിന്നെ തെറ്റ് നിർത്തണം. നമ്മളിപ്പോ ഫോണിന് തെറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോ മുദരിസ് ഉസ്താദ് വന്നാൽ ഓഫാക്കോ? ഉറപ്പല്ല ഓഫാക്കൂലേ. മുത്താലിമ വന്നാലോ ഉറപ്പായിട്ട് ഓഫാക്കും, ഉമ്മ വന്നാലോ ഓഫാക്കും, ഭർത്താവ് വന്നാലും ഉറപ്പായിട്ട് ഓഫാക്കൂലേ, ഭാര്യ വന്നാലോ ഓഫാക്കും. എന്നാ വലിയ ആളെല്ലാം നമ്മളെ ഏറ്റവും ചെറിയ അനിയത്തി അല്ലെങ്കിൽ നമ്മളെ മോൾ തന്നെ ഫാത്തിമ ഹിബ 2.5 വയസ്സ് പാല് കൂടി നിർത്തിയിട്ട് 6 മാസമായിട്ടുള്ളൂ. ഓൾ ഓടി വന്നിട്ട് നമ്മളെ മടിയിലിരുന്നു, ഓഫാക്കോ? ഓഫാക്കും. അപ്പൊ ഓക്ക് മനസ്സിലാവും നീ ചെയ്യുന്ന ഹറാമാണ്, ഒക്കെ എല്ലാം തിരിയൂസ് ഭയങ്കര സാധനം. ഓ ശരി, ഓഫാക്കൂലേ? ഓഫാക്കും. അല്ലാഹു ഖുദ്സി ഹദീസിൽ ഇത്രേ പറയുന്നുള്ളൂ, എന്ത്, ലാ തജ്അൽനി അഹ്വനൻ നാളിരീനയിലെ. നിങ്ങളെ കുറെ ആള് പല കോണുകളിൽ നിന്ന് നോക്കുന്നുണ്ടാവും, നിങ്ങളെ നോക്കുന്നവരില് ഏറ്റവും ലോക്കലാക്കിയിട്ട് എന്നെ ആക്കരുത്. നിങ്ങള് മുദരിസ് വരുമ്പോ ഓഫാക്കി, ഉമ്മ വന്നപ്പോ ഓഫാക്കി, മോള് വന്നപ്പോ ഓഫാക്കി, ഞാൻ കാണുന്നുണ്ട് എന്നുള്ളതിന് എനിക്ക് ഒരു പ്രശ്നമില്ല, എന്നെ ഏറ്റവും ലോക്കലാക്കരുത്. മുദരിസിന്റെ വിലയൊന്നും തന്നിട്ടില്ലെങ്കിലും ആ ഫാത്തിമ ഹിബ 2.5 വയസ്സ് അതിന്റെ വിലയെങ്കിലും താടോ, എനിക്ക് ഒന്നും ഇല്ലെങ്കിൽ എന്നെ വിലയൊന്നും വേണ്ട. നീ ഉമ്മാരെ വയറ്റിലുള്ള കാലം മുതല് ഒന്നും ഇല്ലെങ്കിൽ ഫുഡ് ഫ്രീ ആയിട്ട് തരുന്ന ഒരാള്, അങ്ങനെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കി കൂടെടാ. എന്നിട്ടും നമ്മളെ ചെറുപ്പക്കാര് ലാസ്റ്റ് സീൻ ടുഡേ 2:36 എത്ര മക്കൾ ഈ റീൽസ് കാണും, എത്ര കാലം തീർക്കണത്. ആഖിറത്തിൽ എന്താ ഇപ്പൊ നമ്മളെ ഏട് നോക്കിയിട്ട് നമ്മള് വായിക്കുക 8016 തവണ എന്റെ സ്റ്റാറ്റസ് ആരെല്ലാം നോക്കി 1 2,48,236 വീഡിയോസ് റീൽസ് വഴി കണ്ടു. 2 പിന്നെന്താ നമുക്കൊക്കെ ഉണ്ടാവുക, റമദാനിൽ ഷാഫി ഇമാമ് 60 ഖത്മ തീർക്കൽ, 60 ഖത്മ. ഇവിടെ മുതൽ ഷാഫി ഇമാമിന് പൊക്കിൾ വരെ 8-9 രോഗമുണ്ട്. ഒരു രോഗം മതി ഒരാളെ കൊല്ലാൻ, ആധാറക്ക് മാരക രോഗങ്ങളാ ഫത്താവുൽ ഹദീസിൽ വായിക്കാൻ പറ്റും. എന്നിട്ട് ഷാഫി ഇമാമ് ഇരിക്കുന്ന സ്ഥലത്ത് അസുഖം വന്നിട്ട് ദ്വാരമുള്ള കസേര വെച്ചിട്ട് ഇരിക്കും, അത്ര ബ്ലഡ് ഇങ്ങനെ ഉറ്റിപ്പോവും താഴെ പാത്രം വെച്ചിട്ട്. എന്നിട്ടും ഖത്മിന് കുറവൊന്നും ഉണ്ടായിട്ടില്ല. അസ്സലാമു അലൈക ഷഹറ റമളാൻ എന്ന് ലാസ്റ്റത്തെ വെള്ളിയാഴ്ച സലാം പറഞ്ഞു പോകുമ്പോക്ക് ഷാഫി ഇമാമിന്റെ 30-60 ഖത്മ അങ്ങ് തീർന്നിട്ടുണ്ടാവും. ആ ഷാഫി ഇമാമിന്റെ അനുയായികളല്ലേ നമ്മള്. എത്ര കാലം ഈ കുതിരക്കളിയൊക്കെ നിർത്താം, എത്ര കാലം ഈ റീൽസിലൊക്കെ ജീവിക്കുക, എത്ര കാലം ഈ ചാറ്റിങ്ങിലൊക്കെ തുടരുക, ഒന്നും മരിക്കണ്ടേ നമുക്ക്.